നമ്മുടെ അയൽരാജ്യമായ നേപ്പാളിൽ നിന്ന് അതീവ ഗുരുതരമായൊരു രാഷ്ട്രീയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നേപ്പാളിലെ ഏറ്റവും പഴയതും വലുതുമായ രാഷ്ട്രീയ പാർട്ടിയായ നേപ്പാളി കോൺഗ്രസ് ഔദ്യോഗികമായി പിളർന്നിരിക്കുകയാണ്. യുവാക്കളുടെ ഹരമായ ഗഗൻ ധാപ്പയുടെ നേതൃത്വത്തിലുള്ള വിമത വിഭാഗം പാർട്ടി പിടിച്ചെടുക്കുകയും ഗഗൻ ധാപ്പയെ പുതിയ പ്രസിഡന്റായി പ്രഖ്യാപിക്കുകയും ചെയ്തു. മാർച്ച് 5-ന് നടക്കാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെയാണ് ഇങ്ങനെയൊരു രാഷ്ട്രീയ ഭൂകമ്പം ഉണ്ടാകുന്നത്. നേപ്പാളി കോൺഗ്രസിനെ പിടിച്ചുകുലുക്കിയ ഈ പിളർപ്പിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം. നേപ്പാൾ രാഷ്ട്രീയത്തിൽ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി വരുന്നത്. നേപ്പാളി കോൺഗ്രസ് എന്ന വടവൃക്ഷം 2 കഷ്ണങ്ങളായി പിളർന്നിരിക്കുന്നു. പാർട്ടിയിലെ തലമുതിർന്ന നേതാവ് ഷേർ ബഹദൂർ ഡ്യൂബയും യുവ നേതാവ് ഗഗൻ ധാപ്പയും തമ്മിലുള്ള അധികാര വടംവലിയാണ് ഒടുവിൽ പാർട്ടിയുടെ പിളർപ്പിൽ കലാശിച്ചത്. ബുധനാഴ്ച കാഠ്മണ്ഡുവിൽ നടന്ന പ്രത്യേക ജനറൽ കൺവെൻഷനിൽ ഗഗൻ ധാപ്പയെ ഐകകണ്ഠ്യേന പാർട്ടിയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. എന്താണ് ഈ പിളർപ്പിലേക്ക് നയിച്ച സാഹചര്യം പരിശോധിക്കാം. ഈ പിളർപ്പിന് പിന്നിൽ സെപ്റ്റംബറിൽ നേപ്പാളിലുണ്ടായ വലിയൊരു പ്രക്ഷോഭത്തിന് പങ്കുണ്ട്. അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ നേപ്പാളിലെ യുവാക്കൾ, എടുത്തു പറഞ്ഞാൽ ജെൻസി, നടത്തിയ ആ പ്രക്ഷോഭത്തിൽ ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അന്ന് അധികാരത്തിലിരുന്ന ഒലി സർക്കാരിന്റെ കൂടെ നേപ്പാളി കോൺഗ്രസും ഉണ്ടായിരുന്നു. ഈ യുവജന വികാരം ഉൾക്കൊള്ളാൻ ഡ്യൂബയുടെ നേതൃത്വത്തിലുള്ള പഴയ തലമുറയ്ക്ക് കഴിയുന്നില്ല എന്നതായിരുന്നു ഗഗൻ ധാപ്പയുടെയും വിശ്വപ്രകാശ് ശർമ്മയുടെയും പ്രധാന പരാതി. പാർട്ടിയുടെ മുഖം മാറണം, യുവാക്കൾക്ക് പ്രാധാന്യം വേണം എന്ന ആവശ്യം ദ്യൂബ് തള്ളിയതോടെയാണ് ഗഗൻ ധാപ്പയും സംഘവും സ്വന്തം വഴിക്ക് നീങ്ങാൻ തുടങ്ങിയത്. കാഠ്മണ്ഡുവിലെ ഭൃഗുഡി മണ്ഡപത്തിൽ വെച്ച് വിമത വിഭാഗം ഒരു പ്രത്യേക കൺവെൻഷൻ വിളിച്ചു ചേർത്തു. എന്നാൽ ഇതിനെതിരെ ദ്യൂബ പക്ഷം കടുത്ത നടപടിയാണ് സ്വീകരിച്ചത്. ജനറൽ സെക്രട്ടറിമാരായ ഗഗൻ ധാപ്പയെയും വിശ്വപ്രകാശ് ശർമ്മയെയും പാർട്ടിയിൽ നിന്ന് 5 വർഷത്തേക്ക് പുറത്താക്കി. പക്ഷേ ഈ പുറത്താക്കൽ നടപടിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഗഗൻ ധാപ്പയുടെ വിഭാഗം മുന്നോട്ട് പോയി. തങ്ങൾക്കാണ് 60%-ലധികം ജനറൽ കൺവെൻഷൻ അംഗങ്ങളുടെ പിന്തുണയുള്ളത് എന്നും തങ്ങളാണ് യഥാർത്ഥ പാർട്ടി എന്നുമാണ് ഗഗൻ ധാപ്പ അവകാശപ്പെടുന്നത്. അദ്ദേഹം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതോടെ നേപ്പാളി കോൺഗ്രസിന് ഇപ്പോൾ 2 പ്രസിഡന്റുമാരും 2 കേന്ദ്ര കമ്മിറ്റികളുമാണ് ഉള്ളത്. ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നേപ്പാൾ ഇലക്ഷൻ കമ്മീഷനാണ്. പാർട്ടിയുടെ ഔദ്യോഗിക പേരും ചിഹ്നമായ മരവും ആർക്ക് ലഭിക്കും എന്നതിനെ ചൊല്ലി വലിയൊരു നിയമയുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. 2 വിഭാഗവും ഇലക്ഷൻ കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. മാർച്ച് 5-ന് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കമ്മീഷൻ എടുക്കുന്ന തീരുമാനം വളരെ നിർണായകമാണ്. ആ തീരുമാനം എന്തായാലും അത് സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണ്. ഇത് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിനെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഗഗൻ ധാപ്പ പ്രസിഡന്റായ പുതിയ കമ്മിറ്റിയിൽ വിശ്വപ്രകാശ് ശർമ്മ, പുഷ്പ ഭൂസൽ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. പ്രദീപ് പൗഡലും ഗുരുരാജ് ഖിമിരയും ജനറൽ സെക്രട്ടറിമാരായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാർട്ടിയെ അടിമുടി അഴിച്ചു പണിയാനാണ് ഈ യുവനിരയുടെ ലക്ഷ്യം. കോൺഗ്രസ് ഒരാളുടെയും സ്വകാര്യ സ്വത്തല്ല എന്ന ഗഗൻ ധാപ്പയുടെ പ്രസംഗം ഇതിനകം തന്നെ തരംഗമായിട്ടുണ്ട്. ശരിക്കും നേപ്പാളിലെ ഈ ഒരു രാഷ്ട്രീയ പിളർപ്പ് വെറും ഒരു കസരകളിയല്ല. ഇത് പാരമ്പര്യവും പുതുമയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് എന്ന് വേണം പറയാൻ. വർഷങ്ങളായി നേപ്പാൾ രാഷ്ട്രീയത്തെ അടക്കി വാണ്ടുന്ന ദ്യൂബ എന്ന സിംഹത്തിന്റെ കോട്ടയ്ക്കുള്ളിലാണ് ഗഗൻ ധാപ്പ എന്ന യുവ നേതാവ് വിള്ളൽ വീഴ്ത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നേപ്പാളിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഒരു തലമുറ മാറ്റം തന്നെയാണ്. വർഷങ്ങളോളം പാർട്ടിയെ നയിച്ച ദ്യൂബയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾക്ക് ഈ പുതിയ തരംഗത്തെ തടയാൻ കഴിയുമോ? അതോ ഗഗൻ ധാപ്പയുടെ നേതൃത്വത്തിലുള്ള പുതിയ നേപ്പാളി കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ വിപ്ലവം സൃഷ്ടിക്കുമോ? എന്തായാലും നേപ്പാൾ രാഷ്ട്രീയം ഇപ്പോൾ സങ്കീർണമായ ഒരു വഴിത്തിരിവിലാണ് എന്ന് വേണം പറയാൻ. തിരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ നേപ്പാൾ ജനത ആരെ വിശ്വസിക്കണം എന്നറിയാതെ വലയുകയാണ്. പാർട്ടിയുടെ ചിഹ്നവും പേരും ആർക്ക് കിട്ടിയാലും ശരി, നേപ്പാളിലെ ജനമനസ്സുകളിൽ ആർക്കാണ് ഭൂരിപക്ഷമെന്ന് മാർച്ച് 5-ന് പെട്ടി തുറക്കുമ്പോൾ അറിയാം. ഇത് നേപ്പാളി കോൺഗ്രസിന്റെ അന്ത്യമാണോ അതോ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമാണോ എന്ന് കാലം തെളിയിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.